നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1-2 മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അങ്ങനെ നമ്മൾ കാണുന്ന കലാവതി അച്ചമ്മയുടെ 80ാം പിറന്നാളാണ്. അപ്പൊ 80ാം പിറന്നാളിന് സച്ചി കലാവതി അച്ചമ്മയ്ക്ക് കൊടുത്ത സമ്മാനം എന്ന് പറഞ്ഞ ചെറിയ സമ്മാനമൊന്നും ആയിരുന്നില്ല. കലാവതി അച്ചമ്മയുടെ ചെറുപ്പകാലം മുതലുള്ള 1-2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരെ പോയി കൂട്ടിക്കൊണ്ടു വന്നു. കലാവതി അച്ചമ്മയ്ക്ക് അതിൽ പരം ഒരു സന്തോഷം വേറെ ഒന്നുമില്ല. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവരെയൊക്കെ ഇനി മരിക്കുന്നതിന് മുമ്പ് കാണാൻ പറ്റുമെന്ന്. അവരുടെ വീടൊക്കെ അന്വേഷിച്ചു പോയി കണ്ടുപിടിച്ച അവരെ കൂട്ടിക്കൊണ്ട് വരുവാണ്. അവരെ കണ്ടു കഴിഞ്ഞപ്പത്തിനും അച്ഛമ്മ അങ്ങോട്ട് ചെന്നു. ഓടിച്ചെന്ന് അവരെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയത്ത് ചന്ദ്രമതിക്കോ വേറെ ആർക്കും അവരെ കുറിച്ചൊന്നും അറിയത്തില്ല. രവീന്ദ്രന് മാത്രം കണ്ടു പരിചയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് സുധി ചോദിച്ചു, അല്ല അച്ഛമ്മ ഇതാരാന്ന് ചോദിക്കുകയാണ്. ഇതെന്റെ ചെറുപ്പം മുതലുള്ള ഫ്രണ്ട്സാന്ന് പറയാണ്. ഇവരെ കണ്ട് കുറെ കാലമായെന്ന് പറയാ. എന്നാലും ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. എടാ സച്ചി, നീ ഇവരെ എങ്ങനെ തപ്പി കണ്ടുപിടിച്ചെന്ന് ചോദിക്കുക. ഞാനേ വീട്ടിൽ പോയി പാകുമ്മയുടെ അച്ഛമ്മയുടെ ഡയറി എടുത്തുതരാൻ പറഞ്ഞു. ഡയറിക്കകത്ത് ഇവരുടെ ഫോൺ നമ്പരൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാര്യം എനിക്കറിയാം. കാരണം സച്ചി അവിടെ നിന്നാണല്ലോ പഠിച്ചേ. അപ്പൊ സച്ചിക്ക് അച്ഛമ്മ പറഞ്ഞ എല്ലാരെ കുറിച്ചും അറിയായിരുന്നു. അങ്ങനെ ഫോൺ വിളിച്ച് വീട് തപ്പി കണ്ടുപിടിച്ച് പോയി വിളിച്ചോണ്ട് വന്നാന്ന് പറയണ. ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, ആഹാ നീ ആള് കൊള്ളാലോ എന്ന് പറയണ. അത് ശരി തന്നെയാ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോന്ന് ചോദിക്കുവാണ്. പിന്നീട് അച്ഛമ്മരോട് പോയിരുന്ന് ഭയങ്കര വർത്താനോ. അച്ഛമ്മയ്ക്ക് ഭയങ്കര സന്തോഷേ. തനിക്ക് കിട്ടാവുന്ന വെച്ച് ഏറ്റവും നല്ല പിറന്നാൾ സമ്മാനോ ഇതെന്ന് അച്ഛമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നീട് അവരെ വിളിച്ചുകൊണ്ട് അകത്തിരുത്തിയിട്ട് രേവതിയെ വിളിക്കുവാണ്. രേവതിയെ വിളിച്ചിട്ട് രേവതിയെ പരിചയപ്പെടുത്തുവാണ്. ഇതെന്റെ സച്ചിയുടെ ഭാര്യ എന്നൊക്കെ പറയണം. നന്നായിട്ട് പൂ കിട്ടും. ഇവൾക്ക് സ്വന്തമായിട്ട് പൂ കെട്ടി കൊണ്ടു കൊടുക്കുന്ന ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. പിന്നീട് ശ്രുതിയെ വിളിച്ച് പരിചയപ്പെടുത്തുവാണ്. അതിനുശേഷം വർഷയും വിളിച്ച് പരിചയപ്പെടുത്തി. കലാവതി അച്ചമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ സമയത്ത് രേവതി പറഞ്ഞു, അച്ചമ്മേ എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറയാം. എന്ത് കാര്യമാണ്? പിന്നീട് സച്ചിയുടെ അടുത്ത് എന്നിട്ടുണ്ട്. സച്ചിയോട് പറഞ്ഞു, സച്ചിയേട്ടാ ഞാൻ അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയും. എന്ത് കാര്യം? അല്ല അത് പിന്നെ ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളും പിടിച്ചിട്ടുണ്ട്. വീഡിയോസോ? അതിന് നിനക്ക് ഫോണില്ലായിരുന്നല്ലോ. ഞാൻ ദേവുവിന്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചായിരുന്നു പറയണം. ആഹാ കൊള്ളാലോ. പിന്നീട് സച്ചിയോട് പറഞ്ഞു, ഇതാ ആ ടി വിയിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാമെന്ന് ചോദിക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, അതിനെന്താ കുഴപ്പം? പിന്നീട് സച്ചി വേദ ടി വിയിലേക്ക് കണക്ട് ചെയ്തു. പിന്നീട് രേവതി എന്നിട്ട് അച്ഛമ്മയോട് പറഞ്ഞു, ഞാൻ അച്ഛമ്മയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചില്ലായിരുന്നോ, അത് ഫോണിനകത്ത് പിടിച്ചില്ലായിരുന്നു എന്ന് ചോദിക്കണം. ഈ സമയം അച്ഛൻ പറഞ്ഞു, അത് ഞാൻ കണ്ടായിരുന്നല്ലോ എന്ന് പറയണം. പിന്നീട് അച്ഛമ്മയോട് പറഞ്ഞു, ഇതാ എന്റെ പിറന്നാൾ സമ്മാനം എന്ന് പറയണം. പിന്നീട് എല്ലാവരും ഇങ്ങനെ ടി വിയിലേക്ക് നോക്കുവാണ്. ഈ സമയത്ത് അച്ഛമ്മ ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നത്. കാരണം അച്ഛമ്മ തന്റെ ചെറുപ്പകാലത്തെ കുറിച്ച് പറയണതും അതിനുശേഷം രവീന്ദ്രനെ കുറിച്ച് പറയുന്നതും പിന്നീട് കുടുംബത്തെ കുറിച്ച് പറയുന്നതും എല്ലാവർക്കും ഓരോ ഉപദേശങ്ങൾ കൊടുക്കുന്നു. എല്ലാം ഇങ്ങനെ കാണുവാണ്. ഇതെല്ലാം കണ്ടുകഴിഞ്ഞപ്പോൾ രവീന്ദ്രനെ കണ്ണ് നിറഞ്ഞു പോയി. ആ സമയത്ത് വർഷ ശ്രീകാന്തിനോട് പറഞ്ഞു, അച്ഛമ്മ ആളൊരു തീപ്പൊരി ആണല്ലോ എന്ന് പറയണം. ശരിക്കും പറഞ്ഞാല് അച്ഛമ്മ സംസാരിക്കുന്ന കേട്ടാ നമുക്ക് കേട്ടിരുന്ന് പോകാൻ തോന്നും. എന്തൊരു ഭംഗിയല്ലേ, എന്ത് നല്ല ഉപദേശങ്ങളൊക്കെ തരുന്നേ. ശരിക്കും ഒരു ദിവസം രാവിലെ അച്ഛമ്മയുടെ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് പോവുകയാണെങ്കിൽ അന്നൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമ്മൾക്ക് കിട്ടാൻ പോകുന്നത്. ഒരു കുടുംബമാണ് എങ്ങനെ ജീവിക്കണം, അങ്ങനെയൊക്കെ അച്ഛമ്മ തന്റെ ഭർത്താവിനോടൊപ്പം ജീവിച്ച കാര്യങ്ങളും അതൊക്കെയാണ് പറയണേ. കാരണം രേവതിയാണ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്. അച്ഛമ്മ അതെല്ലാം പറയണം. അച്ഛമ്മയ്ക്ക് അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. അച്ഛമ്മ പറഞ്ഞു, നീ ആള് മിടിക്കാണല്ലോ എന്ന് പറയണം. എന്നോട് ഓരോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല കേട്ടോ, നിനക്ക് ഇത്ര കഴിവുണ്ടെന്ന്. രേവതി അതെല്ലാം നന്നായിട്ട് തന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ചന്ദ്രമതിക്കൊന്നും ഒട്ടും അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല രേവതി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത്. ഈ സമയത്ത് ശ്രുതിക്ക് ടെൻഷൻ. ശ്രുതിയോട് പറഞ്ഞു, നമ്മുടെ ഗിഫ്റ്റ് പോകുമോന്ന് ചോദിക്കുകയാണ്. കാരണം അച്ഛമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തന്റെ 80ാം പിറന്നാളിന് തന്നെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്യുന്ന ആരാണോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു സമ്മാനം കരുതിയിട്ടുണ്ടെന്ന്. അപ്പൊ ആ സമ്മാനത്തിന് വേണ്ടിയിട്ടാണ് ഒരു ഗിഫ്റ്റ് പോലും മേടിക്കാത്ത ചന്ദ്രമതി ഒരു ടി വി, അത് ഭാമയുടെ വീട്ടിലിരുന്ന ടി വി വരെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ ശ്രുതിയും ചേർന്ന ഒരു മാല, വർഷ ഒരു ഫോണ്. വർഷ ശ്രീകാന്ത് പിന്നെ സമ്മാനത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല, അച്ഛമ്മയ്ക്ക് പിറന്നാളിന്റെ ഒരു സമ്മാനം കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ബാക്കി ശ്രുതിയാണെങ്കിലും ചന്ദ്രമതി ആണെങ്കിലും സമ്മാനത്തിന് വേണ്ടിയിട്ടാ. അച്ഛമ്മ കൊടുക്കാൻ പോകുന്ന സമ്മാനത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അച്ഛമ്മയ്ക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നീട് ശ്രുതി പറഞ്ഞു, ശ്രുതി എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഗിഫ്റ്റ് കിട്ടുമെന്ന്, നോക്കാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് ശ്രുതി പറഞ്ഞു, അച്ഛമ്മേ
ഇനി എന്താണെങ്കിലും വെച്ച് താമസിപ്പിക്കണ്ട. അച്ചമ്മ എന്തോ ഒരു ഗിഫ്റ്റ് വരുമെന്ന് പറഞ്ഞല്ലോ. അച്ചമ്മയ്ക്ക് നന്നായിട്ട് മനസ്സിനെ പിടിച്ച സമ്മാനം കൊടുക്കുന്ന ആൾക്ക് അങ്ങനെയാണെങ്കിൽ ഇനി അതും കൂടെ കൊടുക്കാൻ മേലേന്ന് ചോദിക്കുകയാണ്. അത് കേട്ടുകഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അതിനെന്താ കുഴപ്പം, ഞാനിത് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചെന്ന് പറയണം. പിന്നീട് ചന്ദ്രമതിയോട് പറഞ്ഞു, നീ എൻ്റെ ആ ബാഗ് ഇങ്ങ് എടുത്തോണ്ട് ഞാൻ പറയണം. ചന്ദ്രമതി ബാഗ് എടുത്തോണ്ട് കൊടുത്തു. അച്ഛമ്മ അതിനകത്ത് നിന്ന് ഒരു ജ്വല്ലറി ബോക്സ് പോലെ ഒരു ബോക്സ് ഇങ്ങ് എടുക്കുവാണ്. പിന്നീട് ആ ബോക്സ് എടുത്തിട്ട് അതിനകത്തുനിന്നൊരു ഗോൾഡ് കോയിൻ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല, പാരമ്പര്യമായിട്ടുള്ള ഒത്തിരി പഴയ ഒരു കോയിനാണ്. നല്ല കട്ടിയുള്ള ഒരു സ്വർണ്ണ കോയിനാണ്. അത് കണ്ടാൽ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നീട് അതങ്ങടെ കയ്യിലേക്ക് എടുക്കുകയാണ്. ഈ സമയം ചന്ദ്രമതിക്ക് നോക്കി, തനിക്കിപ്പം കിട്ടും, താൻ TV അല്ലേ കൊടുത്തേ, അപ്പൊ ഇപ്പൊ കിട്ടുമെന്ന് പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കണ സമയത്ത് കലാവതി അച്ഛമ്മ ചന്ദ്രമതിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്താണല്ലോ നിന്റെ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടു. കാരണം ഞാനവിടെ വെറുതെ ബോറടിച്ചിരിക്കുന്ന സമയത്ത് TV കാണാൻ വേണ്ടിട്ട് എനിക്കൊരു TV ഒക്കെ നീ സമ്മാനമായിട്ട് തന്നില്ലേ. കാരണം എന്റെ TVക്ക് അത് പഴയ TVയാ, അത് ശരിക്കൊന്നും കാണത്ത് പോലും ഇല്ലായിരുന്നു. സമ്മാനമൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇനി എന്തെങ്കിലും ഒരു അവസരം ഉണ്ടായാൽ നിനക്ക് ഈ ഗിഫ്റ്റ് തരാന്ന് പറയണം. ചന്ദ്രമതിയുടെ മുഖം മാറി. പിന്നീട് അച്ഛമ്മ നേരെ ശ്രുതിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. പിന്നീട് അവരുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ എനിക്ക് ഈ മാലയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്ന് പറയണം. എന്താണെങ്കിലും ഒരു മാലയൊക്കെ വാങ്ങിത്തരാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ, അതിനെനിക്ക് സന്തോഷമുണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, ആഹാ അങ്ങനെയാണെങ്കിൽ സമ്മാനം ഞങ്ങൾക്കായിരിക്കും അല്ലേ അച്ഛമ്മേന്ന് ചോദിക്കുവാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ പറഞ്ഞു, അല്ലാന്ന് പറയണം. പിന്നെയോ, പറയാം വരട്ടെ എന്ന് പറയാണ്. പിന്നീട് നേരെ ചെന്ന് വർഷയുടെ ശ്രീകാന്തിന്റെ അടുത്താണ്. വർഷയുടെ ശ്രീകാന്തിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അതെ നിങ്ങൾ തന്ന മൊബൈൽ ഫോണൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു വീഡിയോ കോൾ വിളിക്കാനൊക്കെ ആയിട്ട് എനിക്ക് ഉപകരിക്കുമല്ലോ, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന് ഒത്തിരി നന്ദിയുണ്ട്. എന്താണെങ്കിലും എന്റെ മക്കളും എന്റെ കൊച്ചുമക്കളൊക്കെ എനിക്ക് നല്ല രീതിയിൽ തന്നെ സമ്മാനം തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ രവീന്ദ്രൻ എനിക്കൊരു സാരി വാങ്ങിച്ചതെന്ന് പറയാണ്. ഈ സമയത്ത് ഭാമയോട് ചന്ദ്രമതി പറഞ്ഞു, മിക്കവാറും രവിയേണ്ണന് കൊടുക്കുമായിരിക്കും, രവിയേണ്ണനാണല്ലോ മകന്. ആ സമയത്ത് കലാവതി അച്ഛൻ പറഞ്ഞു, ഇതിന്റെ പ്രത്യേകത അറിയാലോ, 6 തലമുറയായിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനമായിരുന്നു ഇത്. തലമുറകളായി ഇങ്ങനെ പാരമ്പര്യമായിട്ട് കൈമാറിക്കൊണ്ട് വരുന്ന 6 തലമുറയായിട്ട്. ഇത് വിൽക്കാനോ പണയം വെക്കാനോ ഒന്നും ആരും ഇന്നുവരെ ശ്രമിച്ചിട്ടില്ല. പൂജാമുറിയിൽ ഇത് വെച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്യാറുള്ളതെന്ന് പറയണം. ഇത് അർഹിക്കുന്ന കൈകളിൽ തന്നെ എത്തണം. ഒരു കാരണവശാലും ഇത് പണയം വെക്കാനോ വിൽക്കാനോ പാടില്ല. അങ്ങനെയുള്ളവർക്ക് കൊടുത്തിട്ട കാര്യമുള്ളെന്ന് പറയണം. ആ സമയം ചന്ദ്രമതിയുടെ മനസ്സിൽ രവീന്ദ്രനെ കൊടുക്കും തന്നെയാണ്. ഈ സമയം അച്ഛൻ പറഞ്ഞു, എന്താണെങ്കിലും ഈ പിറന്നാളിന്റെ എന്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്യിച്ചത് വേറെ ആരുമല്ല, സച്ചി രേവതിയാന്ന് പറയണം. ചന്ദ്രമതിയുടെയും സുധിയുടെയും ഒക്കെ മുഖം ബലൂണ്ട കാറ്റ് കുത്തി കളഞ്ഞൊരവസ്ഥയായിപ്പോയി. അവര് ഞെട്ടിപ്പോയി. കാരണം ഈ ഒരു പിറന്നാളിന് നമുക്ക് പണമോ സ്വർണ്ണോ അല്ല, അതിനേക്കാൾ ഉപരി മാനുഷികമായ ചില ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് കാരണം എനിക്ക് എല്ലാവരോടും ഉള്ള സ്നേഹം അതൊക്കെ സച്ചിക്ക് നന്നായിട്ടറിയാം. കാരണം അവൻ കണ്ടില്ലേ, ഇത്ര ദൂരം പോയി അവരെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നത്. എൻ്റെ മനസ്സെന്താന്ന് അവനറിയാം. ഇതിനെ പരം എനിക്കൊരു സന്തോഷമില്ല, ഇതിൽ പരം എനിക്കൊരു സമ്മാനം കിട്ടാനുമില്ല. സ്വർണ്ണോ പണമോ ഒന്നും അല്ല വലുത് പിറന്നാളിന്, അതിനേക്കാളും വലുതായിട്ടൊരു ഗിഫ്റ്റാ സച്ചി എനിക്ക് കൊണ്ടുതന്നെ. പിന്നെ രേവതി, അവൾ എൻ്റെ കുറച്ച് നല്ല നല്ല നിമിഷങ്ങൾ മുഹൂർത്തങ്ങളൊക്കെ അങ്ങനെ ഫോണിനകത്ത് പിടിച്ചെടുത്തു. അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ഞാൻ ഈ സമ്മാനം കൊടുക്കാൻ പോണേന്ന് പറയാണ്. അങ്ങനെ അവരെ രണ്ടുപേരെയും വിളിച്ച് അത് കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊരു കാരണവശാലും പണയം വെക്കാനും വിൽക്കാനോ പോവരുത്. അറിയാലോ, തലമുറകളായിട്ട് കൈവന്നിരിക്കുന്ന പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാം. ശരി അച്ഛമ്മയെന്ന് പറയണം. കാരണം അത് രേവതിയുടെ കൈ സേഫ് ആയിരിക്കും എന്നുള്ള കാര്യം അച്ഛമ്മയ്ക്ക് നന്നായിട്ടറിയാം. അച്ഛമ്മ പറഞ്ഞു, ഇത് ഏൽപ്പിക്കേണ്ട കൈകളിൽ തന്നെ അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ എത്തിയിരിക്കുന്നത് എനിക്കറിയാമെന്ന് പറയാം. രവീന്ദ്രൻ പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യം അമ്മയെന്ന് പറയണം. ചന്ദ്രമതിക്കൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. വർഷയ്ക്ക് ശ്രീകാന്തിനും ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നീട് രേവതി മുറിയിലേക്ക് പോയതുകൊണ്ട് അതിങ്ങനെ നോക്കണം, തിരിച്ചു മറിച്ച് നോക്കി. രേവതിക്ക് കണ്ടിട്ടും മതിയാകുന്നില്ല. ഈ സമയം സച്ചി വന്നിട്ട് ചോദിച്ചു, അല്ല നീ ആഹാരം കഴിക്കാൻ വരണില്ലേ എന്ന് ചോദിക്കുക. ഞാൻ കഴിക്കാൻ സച്ചിയേട്ടാ. അല്ല നീ ഇതെന്താ ഇത് കൊണ്ട് പൂജാമുറി വെച്ചില്ലേ? പൂജാമുറി വെക്കാനൊരു പേടി. ആ ശരിയാ, ആ സുധി എവിടെ ഉണ്ടല്ലോ, പൂജാമുറി ചിലപ്പോൾ അവൻ അടിച്ചോണ്ട് പോകുന്നു പറയണം. അവന്റെ സ്വഭാവം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല എന്ന് പറയണം. ഈ സമയം രേവതി പറഞ്ഞു, ശരിയാ അച്ചമ്മ, അത് 6 തലമുറയായിട്ട് ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനമല്ലേ, അപ്പൊ അച്ചമ്മയുടെ കൈ കിട്ടിയതാ. അച്ചമ്മ നമുക്ക് സൂക്ഷിക്കാൻ തന്നു, ഇനി നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൊടുക്കേണ്ട കാര്യം ഇത്. അതുകൊണ്ട് നമ്മൾ നശിപ്പിച്ച് കളയാൻ പാടില്ല സച്ചേട്ടാന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, ഞാനത് അലമാരിക്കകത്ത് വെച്ച് പൂട്ടട്ടെ എന്ന് ചോദിക്കാം. അലമാരിക്കകത്ത് വെച്ച് പൂട്ടിക്കോ. പിന്നീട് സച്ചി പറഞ്ഞു, ഞാൻ സമ്മതിച്ചു വന്നിരിക്കുന്നു. ദേവുവിന്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ വാങ്ങി നീ വീഡിയോ ഒക്കെ എടുത്തല്ലോ, അച്ഛമ്മയുടെ സമ്മാനം മേടിച്ചെടുക്കാനല്ലേന്ന് ചോദിക്കും. അങ്ങനൊന്നും പറയരുത് സച്ചേട്ടാ, അങ്ങനെയൊന്നും ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. അച്ചമ്മയ്ക്ക് എന്റേതായ എന്തെങ്കിലും സമ്മാനം കൊടുക്കണം, പണമില്ലായിരുന്നില്ല കയ്യില്, നമ്മളെ കൊണ്ട് ചെയ്യുന്ന നമ്മൾ ചെയ്തു, അത്രേ ഉള്ളെന്ന് പറയണം.
അത് കേട്ട് കഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ എന്നൊക്കെ സച്ചിയും പറയാണ്. അങ്ങനെ അവർ സന്തോഷിക്കുകയാണ്. പിന്നീട് അങ്ങനെ അച്ഛമ്മയെ കൊണ്ടുവിടുവാണ്. അച്ഛമ്മയെ കൊണ്ടുവിടാൻ സ്റ്റാൻഡിലേക്ക് പോയ സമയത്ത് സച്ചി പറഞ്ഞു, അച്ഛമ്മേ ഇനി എന്നാ വരണേന്ന് ചോദിക്കുക. ഞാൻ വരാം. നിന്റെ മുഖത്ത് ഞാൻ വന്നപ്പോ തൊട്ടൊരു ടെൻഷൻ കാണുന്നുണ്ട്. എന്താണ് കാര്യം? എന്തേലും ഉണ്ടെങ്കിൽ അച്ഛമ്മയോട് തുറന്നു പറ. ഒന്നുമില്ല അച്ഛമ്മേന്ന് പറയാം. അതൊന്നും അല്ല, എന്തോ ഒരു കാര്യമുണ്ട്. ഒന്നുമില്ലാതെ നിന്റെ മനസ്സ് വേദനിക്കില്ലാന്ന് എനിക്കറിയാം. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. അത് പിന്നെ അച്ഛമ്മേ, എടാ എന്താന്ന് പറയടാ. ഒന്നുമില്ല. അത് പിന്നെ അച്ഛമ്മയ്ക്ക് എനിക്ക് കാര്യമായിട്ടൊന്നും വാങ്ങിത്തരാൻ പറ്റില്ലല്ലോ. ഒരു മാല മേടിച്ചു തരണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അത് പറ്റാത്തോണ്ടുള്ള ബുദ്ധിമുട്ടോ. അതാണോ? ഒറ്റ ഒരെണ്ണം അങ്ങോട്ട് വെച്ച് തരൂ കേട്ടോ. എടാ, സ്വർണത്തിലും പണത്തിലും ഒന്നും കാര്യമില്ല, സ്നേഹത്തിലാണ് കാര്യം. അത് നീ എനിക്ക് തരുന്നുണ്ടല്ലോ, അത് മതി. എനിക്ക് അതിൽ കൂടുതലൊന്നും വേണ്ടാന്ന് പറയാണ്. നിന്നെ എനിക്ക് അറിയരുതോ സച്ചി. പിന്നീട് അങ്ങനെ അച്ഛമ്മേനെ വണ്ടി കയറ്റി വിട്ടിട്ട് സച്ചി വീട്ടിലേക്ക് വരുവാണ്. അപ്പൊ ഈ 2 ദിവസം സച്ചി കടിച്ചു പിടിച്ചാണ് നിന്നെ. സച്ചിയുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്ന വേറൊന്നുമല്ല, തന്റെ ഭാര്യയുടെ സ്വർണം റോൾഡ് ഗോൾഡ് ആയത് എങ്ങനെയാണെന്ന് അറിയണം. അപ്പം രേവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ചൊന്നും ചോദിക്കണ്ട ആരോടും. അച്ചമ്മ വന്നു പോയതിന് ശേഷം അച്ചമ്മയുടെ പിറന്നാൾ അലങ്കോലമാകാൻ പറ്റില്ലല്ലോ. കാരണം അച്ചമ്മയുടെ പിറന്നാളിന് വേണ്ടിയിട്ട് ചന്ദ്രമതിയുടെ കയ്യിലിരുന്ന രേവതിയുടെ സ്വർണം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്വർണം മേടിച്ചുകൊണ്ടേ പണയം വെക്കാൻ ശ്രമിച്ചപ്പോഴാ അത് വെറും റോൾഡ് ഗോൾഡ് ആണെന്നുള്ള കാര്യം മനസ്സിലായത്. ഗോൾഡ് കവറിങ് ആണ്. അതറിഞ്ഞപ്പോ തന്നെ സച്ചിക്ക് ദേഷ്യമായിരുന്നു. പക്ഷെ രേവതി പറഞ്ഞു, ഇപ്പൊ പോയി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, തൽക്കാലത്തേക്ക് എന്താണെങ്കിലും ഇങ്ങനെ ഇങ്ങോട്ട് പോട്ടെ, അച്ചമ്മ പോയിട്ട് കഴിഞ്ഞിട്ട് മതിയെന്ന്. അങ്ങനെ സച്ചി വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ശ്രുതിയും കൂടെ കടയിലേക്ക് പോകാൻ തുടങ്ങുവാണ്. ഈ സമയം ശ്രുതിയോട് പറഞ്ഞു, അതെ ഉച്ചയ്ക്ക് ഞാൻ ചിലപ്പോഴും ഉണ്ണാൻ വരുവോളെന്ന് പറയാണ്. അതെന്താ അങ്ങനെ പറഞ്ഞേ? ചിലപ്പോൾ തിരക്കാണെങ്കിൽ വരാൻ പറ്റില്ല എന്ന് പറയണം. ഈ സമയത്ത് ശ്രുതി പറഞ്ഞു, എന്നാൽ ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് അവർ ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും സച്ചി അങ്ങോട്ട് വരുന്നേ. സച്ചി വന്നിട്ട് ചെങ്ങോട്ടാ, നിങ്ങൾ രണ്ടും എങ്ങോട്ടാന്ന് ചോദിക്കുക. അത് പിന്നെ എനിക്ക് ഷോപ്പിൽ പോകണം, ഇവൾക്ക് ബ്യൂട്ടി പാർലറിലേക്ക് പോകണം, നിനക്ക് അറിയത്തില്ലാത്ത കാര്യമൊന്നുമല്ലോ. ഇപ്പൊ പോകണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയാ. ശ്രുതി പറഞ്ഞു, എനിക്ക് പോകേണ്ട കാര്യമുണ്ടെന്ന് പറയണം, നേരത്തെ പോകണമെന്ന് പറയും. അതെ, ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്, അതിന് ശേഷം പോയാൽ മതി എന്ന് പറയണം. അപ്പോഴേക്കും രവീന്ദ്രനും ചന്ദ്രമതിയും കൂടെ ഒന്നു, എന്താ ഇവിടെ കാര്യം രവീന്ദ്രൻ ചോദിക്കുക. അച്ഛാ, ചില കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാറുണ്ടെന്ന് പറയണം. എല്ലാരും കൂടെ കൂട്ടി നിർത്തി വേണം സംസാരിക്കാനായിട്ട്. ആ സമയം ചന്ദ്രമതി പറഞ്ഞു, അവൻ ഷോപ്പിലേക്ക് പോട്ടടാ. അല്ല നീ എന്തിനാ അവനെ പിടിച്ചു നിർത്തുന്നേ? പിടിച്ചു നിർത്തേണ്ട കാര്യം ഉണ്ടായിട്ട് കൂടുതൽ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുതെന്ന് പറയാണ്. ചന്ദ്രമതിക്കും പെട്ടെന്ന് കത്തിയില്ല. ഈ സമയത്ത് രേവതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. പിന്നീടാണ് ശ്രീകാന്തും വർഷയും കൂടെ അങ്ങോട്ട് വരുന്നത്. ശ്രീകാന്തും വർഷയും ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും സച്ചി പറഞ്ഞു, അതെ രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുക എന്ന് പറയണം. നിൽക്കണം. എന്താ സച്ചിയുടെ കാര്യം ശ്രീകാന്ത് ചോദിക്കുക. ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാന്ന് പറയാണ്. എല്ലാവരും കൂടെ കൂടി നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ ചോദിച്ചു, നിനക്ക് എന്താണ് സച്ചി പറയാനുള്ളത്? എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറ, ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ചോദിക്കാൻ പറയണ. അത് പിന്നെ വേറൊന്നുമല്ല എന്ന് പറയണ. എന്താ? അത് പിന്നെ രേവതിയുടെ കഴുത്തേലും കയ്യിലും ഒക്കെ കിടക്കുന്ന ആഭരണം. ആഭരണോ? അതിനെന്താടാ കുഴപ്പം പറ്റിയത്? രേവതി, നീ പോയ ബാക്കി സ്വർണ്ണം കൂടി എടുത്തുകൊണ്ട് വരാൻ പറയണം. അങ്ങനെ രേവതി അകത്തേക്ക് പോയി കൊണ്ടുവന്നിട്ട് ആ ടേബിളിലേക്ക് അങ്ങോട്ട് വെക്കുവാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു, ഇതിനെന്താടാ കുഴപ്പം? എന്താ അച്ഛ, ഇത് സ്വർണ്ണമല്ല, ഗോൾഡ് കവറിംഗ് ആന്ന് പറയണേ. ഇത് കേട്ടപ്പം സുധിയും ചന്ദ്രമതിയും ഞെട്ടി. കള്ളത്തരം പിടിക്കപ്പെട്ടെന്ന് മനസ്സിലായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അവർ നിൽക്കുകയാണ്. കാരണം അവരാണല്ലോ, ചന്ദ്രമതിയാണല്ലോ സുധിക്ക് ആ സ്വർണ്ണം കൊടുത്ത് രേവതിയുടെ. എന്നിട്ട് സുധി അത് കൊണ്ടുപോയി വിൽക്കുകയോ ചെയ്തേ. ദൈവമേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ആകെപ്പാടം ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. വല്ലാത്തൊരവസ്ഥയിൽ പിടിക്കപ്പെട്ടെന്ന് ഓർത്തോണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. എന്താണെങ്കിലും ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് ഒരു 1-2 മണിക്കുള്ളിൽ തന്നെ വരാട്ടോ. അത് മാത്രമല്ല, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളൊക്കെ എല്ലാ ദിവസവും വൈകുന്നേരമാണ് ചാനലിനകത്ത് പറയുന്നത്. രാവിലെ ഇടുന്നില്ല കേട്ടോ. കാരണം വൈകുന്നേരം അതിന്റെ ഒറിജിനൽ വിശേഷം തന്നെ ഒരു 8-8:30 തന്നെ ഇടുന്നുണ്ട്. പിറ്റേ ദിവസം അത് ഞാൻ പറയുന്നില്ല. അത് തന്നെ എപ്പോഴും പറയുന്നത് എങ്ങനെയാന്ന് കരുതിയിട്ടാ പറയാത്ത കേട്ടോ. അപ്പൊ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. അതുപോലെ തന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ദിവസത്തെ വിശേഷം കേട്ടോ. ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന വിശേഷത്തിന് ബാക്കിയല്ല, കുറച്ച് ദിവസം അവിടെ കഴിഞ്ഞിട്ട്, ചിലപ്പം ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഈ വിശേഷങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അത് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അപ്പൊ എന്താണെങ്കിലും കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.